ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ഇസ്ലാമിലെ ബഹുഭാര്യത്വം, സൂക്ഷിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. ഷേഖുമാരായ ബിൻ ബാസ്, ഉസൈമീൻ റഹിമഹുല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ആദ്യമായി നാം അള്ളാഹു പറഞ്ഞത് ശ്രദ്ധിക്കുക. അള്ളാഹു പറഞ്ഞു, ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദത്തൻ. ഇനി നിങ്ങൾ നീതി പ്രവർത്തിക്കുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടുവെങ്കിൽ അപ്പോൾ ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുക. സൂറത്ത് നിസാ 4-ാം അധ്യായം 3-ാം വചനം. അപ്പോൾ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ബഹുഭാര്യത്വത്തിൻ്റെ അടിസ്ഥാനം നീതിയാണ് എന്ന സത്യമാണ്. ഈ ആയത്ത് തെളിയിക്കുന്നത് നീതിയെ അവഗണിച്ച് ബഹുഭാര്യത്വം നടപ്പാക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയുടെ തെറ്റായ പ്രയോഗമാണ് എന്ന കാര്യമാണ്. ഈ ആയത്ത് മനസ്സിലാക്കിയതിന് ശേഷം ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുമുല്ലാഹ് എന്നിവരുടെ ഫത്വകളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിലെ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട ചില പ്രധാന നിർദ്ദേശങ്ങളും സൂക്ഷ്മതകളും ഇനി നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. രണ്ട് ഷേഖുമാരുടെയും അറബി വചനങ്ങൾ നിങ്ങൾക്ക് ഇതേ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഇതേ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഇതേ തലക്കെട്ടുള്ള ലിങ്ക് കാണാം. ആ ലിങ്ക് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് രണ്ട് ഷേഖുമാരുടെ അറബി വചനങ്ങൾ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആദ്യമായി നമുക്ക് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയുടെ ഫത്വ വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഖത്തറിലെ ദോഹയിൽ നിന്നെത്തിയ ഒരു ചോദ്യം. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു പുരുഷന് സ്ത്രീകളിൽ ഒരാളുടെ അറിവില്ലാതെ രണ്ടാമത്തെ വിവാഹം കഴിക്കാനും രണ്ടാമത്തെ സ്ത്രീയോട് താൻ ഇതിനകം വിവാഹിതനല്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും ശരീഅത്തിൽ അനുവാദമുണ്ടോ? അപ്പോൾ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് മറുപടി പറയുകയാണ്, അതിനുത്തരം പറയുകയാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇതിന് വിശദീകരണമുണ്ട്. മുൻ ഭാര്യമാരുടെ അറിവില്ലാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്, അതിൽ തെറ്റൊന്നുമില്ല. എപ്പോഴാണത്? ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ വിവാഹം കഴിക്കുകയും ആ രാജ്യത്തിലേക്കുള്ള യാത്രാ സമയങ്ങളിൽ അവളെ സന്ദർശിക്കുകയും ചെയ്താൽ അതിൽ പ്രശ്നമില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം ഇത് മറ്റൊരു രാജ്യത്താണെങ്കിലാണ് പോകുന്ന സമയത്താണ് ആദ്യ ഭാര്യയോട് അറിയിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, എന്നാൽ ഒരേ രാജ്യത്താണ് താമസമെങ്കിൽ രണ്ടാമത്തെ സ്ത്രീയോട് തനിക്ക് ഭാര്യ ഇല്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അവന് അനുവാദമില്ല. മറിച്ച് തനിക്ക് ഇതിനകം ഒരു ഭാര്യയുണ്ടെന്ന് അവളെ അറിയിക്കണം. കാരണം അത് മറച്ചു വെക്കുന്നത് വഞ്ചനയാകുന്നു. വഞ്ചനയും കപടതയും ഇസ്ലാമിൽ അനുവദനീയമല്ല. അവൻ രണ്ടുപേരോടും സമയം വിഭജിക്കുകയും നീതിപൂർവം പെരുമാറുകയും ഓരോരുത്തർക്കും അവർക്കുള്ള അവകാശങ്ങൾ നൽകുകയും വേണം. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ മറ്റൊരു രാജ്യത്തായാൽ, ഉദാഹരണത്തിന് പഠനത്തിനായി യാത്ര ചെയ്തിരിക്കുമ്പോൾ തൻ്റെ ചാരിത്രം സംരക്ഷിക്കുന്നതിനായി അവിടെ വിവാഹം കഴിക്കാൻ അവന് അനുവാദമുണ്ട്. ആദ്യ ഭാര്യയോട് ആലോചിക്കാതെയോ അറിയിക്കാതെയോ ആയാലും അതിൽ അവന് ദോഷമില്ല. 4 എന്ന പരിധി കവിയാത്തിടത്തോളം അവൻ്റെ കൈവശം ഒരാൾ മാത്രമാണെങ്കിൽ രണ്ടാമത്തേതെടുക്കാം, 2 പേരുണ്ടെങ്കിൽ മൂന്നാമത്തേത്, 3 പേരുണ്ടെങ്കിൽ നാലാമത്തേത്. 4നെ കവിയരുത്. കാരണം അങ്ങനെയാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, 4ൽ കവിയരുത്.
എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം, ഒരാൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടാവുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ ഭാര്യ മറ്റൊരു രാജ്യത്താണെങ്കിൽ അവളെ അറിയിക്കണമെന്നത് ഒരു നിബന്ധനയല്ല. പക്ഷേ സമയം വിഭജിക്കുന്നതിലും ചെലവിലും നീതിയിലും ഒരു ഭർത്താവിന് നിർബന്ധമായ എല്ലാ കടമകളും അവൻ നിർബന്ധമായി പാലിക്കണം. എല്ലാവർക്കും മാർഗദർശനം നൽകാൻ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. എന്ന് നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞത് നോക്കാം. ചില പണ്ഡിതന്മാർ ഒരു ഭാര്യയിൽ ഒതുങ്ങുന്നത് മെച്ചമെന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ ഇതാണ് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല പ്രധാനമായിട്ട് പറയുന്നത്. ഒരു ഭാര്യയിൽ ഒതുങ്ങുന്നതാണ് മെച്ചമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഷറഹ് സാദൽ മുസ്തഖ്നിയിൽ 13-ാം വോളിയം 12-ാം പേജ്, വിജ്ഞാനമുള്ള ചില പണ്ഡിതർ ഒരാളൊരു ഭാര്യയിൽ മാത്രം ഒതുങ്ങുന്നത് മെച്ചമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ അതിന് ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണങ്ങൾ? 1. ഒരേ ഒരു ഭാര്യയിൽ ഒതുങ്ങുന്നത് അനീതിയിലേക്ക് വീഴാതിരിക്കാൻ കൂടുതൽ സുരക്ഷിതമാണ്. കാരണം ഒരാൾ 2 അതിലധികമോ സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ അവർക്കിടയിൽ നീതി പാലിക്കാൻ അവന് കഴിയാതിരിക്കാം. 2. ഒരു ഭാര്യയിൽ മാത്രം ഒതുങ്ങുന്നത് കുടുംബം ചിതറിപ്പോകുന്നത് തടയുന്നതിനോട് കൂടുതൽ അടുക്കുന്നതാണ്. കാരണം ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ കുടുംബം ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു സ്ത്രീയിൽ നിന്ന് കുട്ടികളും മറ്റൊരു സ്ത്രീയിൽ നിന്ന് കുട്ടികളും ഉണ്ടാകുകയും ഉമ്മമാരുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും സംഘർഷവും കാരണം കുട്ടികൾക്കിടയിൽ പോലും വൈരാഗ്യവും അകൽച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് വ്യക്തമായി കാണപ്പെടുന്നത് പോലെ. ബാറക്കല്ലാഹു ഫീക്കും. 3. ഒരു ഭാര്യയുള്ളപ്പോൾ അവൾക്കുള്ള ചെലവുകൾ ഉൾപ്പെടെ അവളുടെ അവകാശങ്ങൾ ശരിയായി നിർവഹിക്കാൻ കൂടുതൽ അനുയോജ്യമാണ്. 4. ഒരേ ഒരു ഭാര്യ ഉള്ളപ്പോൾ നീതി പാലിക്കുന്നത് പുരുഷന് കൂടുതൽ എളുപ്പമാണ്. കാരണം നീതി പാലിക്കൽ എന്നത് വളരെ മഹത്തായ കാര്യമാണ്. അതിന് വലിയ പരിശ്രമവും സഹനവും ആവശ്യമാണ്. അതിനാൽ ഞങ്ങൾ പറയുന്നത് ഇതാണ്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ഒരു ഭാര്യയിൽ മാത്രം ഒതുങ്ങുന്നത് ആ വ്യക്തിക്ക് കൂടുതൽ സുരക്ഷിതമാണ്. എന്നിരുന്നാലും ഒരാൾക്ക് തൻ്റെ അവസ്ഥ പരിശോധിച്ചപ്പോൾ ഒരു ഭാര്യ അവന് മതിയാകുന്നില്ലെന്നും അതുവഴി അവന് ചാരിത്രം സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും ദൃഷ്ടി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അവൻ തിരിച്ചറിയുകയാണെങ്കിൽ അവൻ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും വിവാഹം കഴിക്കാമെന്ന് ഞങ്ങൾ അവനോട് നിർദ്ദേശിക്കുന്നു. അതുവഴി അവന് മനസ്സിന് ശാന്തത ലഭിക്കാനും ദൃഷ്ടി താത്താനും ആത്മാവിന് ആശ്വാസം ലഭിക്കാനും അവർക്കിടയിൽ പൂർണ്ണമായ നീതി പാലിക്കണം എന്ന വ്യവസ്ഥയിൽ. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അവർക്കിടയിൽ പൂർണ്ണമായ നീതി പാലിക്കണം എന്ന വ്യവസ്ഥയിൽ എന്നത് ഷെയ്ഖിൻ്റെ വാക്കല്ല, അത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല എന്നിവരുടെ ഫത്വയിൽ നിന്ന് വ്യക്തമാകുന്ന പ്രധാന തത്വങ്ങൾ ഇതാണ്. 2ാമത്തെ നിക്കാഹ് സാധുവാകാൻ ആദ്യ ഭാര്യയുടെ സമ്മതം ഒരു ശരീഅത്ത് നിബന്ധനയല്ല. അതേസമയം അവകാശങ്ങളുടെ സംരക്ഷണം, അന്യായം, ദോഷം, കുഴപ്പം എന്നിവ ഒഴിവാക്കുക നിർബന്ധമാണ്. ഇക്കാരണത്താൽ പ്രത്യേകിച്ച് 2 ഭാര്യമാരും ഒരേ പ്രദേശത്തോ ഒരേ നഗരത്തിലോ താമസിക്കുന്ന സാഹചര്യത്തിൽ നീതിയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടാൻ 2 പേരെയും അറിയിക്കൽ ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. 2 പേരെയും അറിയിക്കൽ ആവശ്യമായി വരും. രഹസ്യമായി വെക്കാൻ പറ്റൂല. അതുപോലെ ഒരാൾ മറ്റൊരു പ്രദേശത്ത് പോയി ആദ്യ ഭാര്യയെ അറിയിക്കാതെ വിവാഹം കഴിക്കുകയും
ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല പറഞ്ഞല്ലോ. എന്നാൽ പിന്നീട് ആദ്യ ഭാര്യയുടെ പ്രദേശത്തേക്ക് തിരികെ വരികയും ചെയ്താൽ അവകാശ നഷ്ടവും ദോഷവും ഒഴിവാക്കുന്നതിനായി ആദ്യ ഭാര്യ അറിയിക്കൽ ഉചിതവും ആവശ്യവുമായി മാറുന്നു. പിന്നെ രഹസ്യമായിട്ട് വെക്കാൻ പറ്റൂല. കാരണം ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല ഫത്വയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയാലാണ് ആദ്യ ഭാര്യയോട് പറയേണ്ട ആവശ്യമില്ല അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ തിരിച്ച് ആദ്യ ഭാര്യയുടെ നാട്ടിലേക്ക് തന്നെ വന്നാൽ അറിയിക്കേണ്ടി വരും. ബാറക്കല്ലാഹു ഫീക്കും. എന്തുകൊണ്ട് അറിയിക്കേണ്ടി വരും? അവകാശ നഷ്ടവും ദോഷങ്ങളും ഒഴിവാക്കാനായി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ആദ്യ ഭാര്യ അറിയുമ്പോൾ അവർക്കും മക്കൾക്കും സംഭവിക്കാവുന്ന സാമൂഹികവും മാനസികവുമായ ദോഷങ്ങളെക്കുറിച്ചാണ് ഈ പശ്ചാത്തലത്തിൽ വ്യക്തമാക്കിയത്. ആദ്യ ഭാര്യയെ അറിയിക്കാതിരിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന അവകാശപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. നീതിയുടെ അവകാശം ഭാര്യമാർക്കിടയിൽ. ഒന്നാമത്തേത് നീതിയുടെ അവകാശം ഭാര്യമാർക്കിടയിൽ. രാത്രികളുടെ വിഭജനം, ചെലവ്, താമസം, പരിചരണം ഇവയിലൊക്കെയും നീതി പാലിക്കൽ നിർബന്ധമാണ്. ഒരേ പ്രദേശത്ത് ആദ്യ ഭാര്യയെ അറിയിക്കാതെ ഇത് പ്രായോഗികമായി പാലിക്കാൻ ശ്രമിക്കുമ്പോൾ രഹസ്യമായി രാത്രി വിഭജിക്കൽ, കളവ് പറയൽ, വ്യാജ കാരണങ്ങൾ പറയൽ ഇവ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യ ഭാര്യയെ അറിയിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രഹസ്യമായി രാത്രി വിഭജിക്കൽ, കളവ് പറയൽ, വ്യാജ കാരണങ്ങൾ പറയൽ എന്നിവ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് നീതിക്കെതിരാണ്. 2. സാമ്പത്തിക അവകാശങ്ങൾ. വിവാഹം മറച്ചു വച്ചാൽ ചെലവിൽ അന്യായം സംഭവിക്കാം, താമസം അപര്യാപ്തമാകാം, ആദ്യ ഭാര്യയുടെ അവകാശപ്പെട്ട ചെലവ് അവർ അറിയാതെ തന്നെ നഷ്ടപ്പെടാം. ഇത് സാമ്പത്തിക അന്യായമാണ്. 3. അനന്തരാവകാശ പ്രശ്നങ്ങൾ. ഭർത്താവ് മരണപ്പെടുന്ന സാഹചര്യത്തിൽ രണ്ടാമത്തെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ഓഹരി നിഷേധിക്കപ്പെടാം. അല്ലെങ്കിൽ ആദ്യ ഭാര്യയ്ക്കും മക്കൾക്കും തർക്കങ്ങളും അന്യായവും നേരിടേണ്ടി വരും. ഇത് അന്യായമായി സമ്പത്ത് കൈവശപ്പെടുത്തലിനും ദീർഘകാല കുടുംബ കലഹത്തിനും കാരണമാകാം. 4. മക്കളുടെ അവകാശങ്ങൾ. രണ്ടാമത്തെ വിവാഹത്തിലെ മക്കൾക്ക് വംശാവലി അംഗീകരിക്കുന്നതിൽ അനന്തരാവകാശത്തിൽ തടസ്സങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് മക്കൾക്ക് ഗുരുതരമായ ദോഷമാണ്. 5. ദോഷം ചെയ്യുന്നത് ഹറാമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ലററ വലാ ദിറാറ. ദോഷം വരുത്തുകയും ദോഷം ഏറ്റുവാങ്ങുകയും ചെയ്യരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രഹസ്യ വിവാഹം പിന്നീട് വെളിപ്പെട്ടാൽ ആദ്യ ഭാര്യയ്ക്ക് ഗുരുതരമായ മാനസിക സംഘർഷം, വിശ്വാസനഷ്ടം, സാമൂഹിക അപമാനം എന്നിവ അനുഭവപ്പെടാം. ഇത് ശരീഅത്തിൽ നിരോധിക്കപ്പെട്ട ദോഷമാണ്. 6. കളവും വഞ്ചനയും സംഭവിക്കാം. രഹസ്യം നിലനിർത്താൻ ഭർത്താവ് പലപ്പോഴും കളവ്, വഞ്ചന ഇവയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ബഹുഭാര്യത്വം അനുവദനീയമാണെങ്കിലും കളവും വഞ്ചനയും ഹറാമാണ്, നിഷിദ്ധമാണ്. ഒരേ പ്രദേശത്ത് രഹസ്യവിവാഹം നടന്നാൽ സംശയങ്ങളും മാനഹാനിയും സംഭവിക്കാം. വ്യഭിചാര സംശയങ്ങൾ, സ്ത്രീയുടെ മാനത്തിന് ദോഷം എന്നിവ സംഭവിക്കാം. ആദ്യ ഭാര്യയുടെ സമ്മതം നിക്കാഹിൻ്റെ നിബന്ധനയല്ല. ആദ്യ ഭാര്യയുടെ സമ്മതം ആവശ്യമില്ല. എന്നാൽ ഒരേ പ്രദേശത്ത് രഹസ്യവിവാഹം നീതിയിലേക്കുള്ള ലംഘനത്തിനും അവകാശ നഷ്ടത്തിനും ദോഷത്തിനും കുഴപ്പത്തിനും നയിക്കുന്നുവെങ്കിൽ നീതി സംരക്ഷിക്കാൻ ആദ്യ ഭാര്യ അറിയിക്കൽ ആവശ്യമായി വരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ഒരേ പ്രദേശത്തായിരിക്കെ തനിക്ക് മറ്റൊരു ഭാര്യ ഇല്ല എന്ന് ഒരു സ്ത്രീയെ വിശ്വസിപ്പിക്കുന്നത് ഹറാമായ വഞ്ചനയാണെന്ന് വ്യക്തമായി പറഞ്ഞു. ആദ്യ ഭാര്യയെക്കുറിച്ച് ഇതേ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും വഞ്ചനയും അവകാശ നഷ്ടവും ദോഷവും സംഭവിക്കുന്നുവെങ്കിൽ ഈ വിധി ആദ്യ ഭാര്യയ്ക്കും ബാധകമാകുന്നു. കാരണം ശരീഅത്ത് ദോഷം ഒഴിവാക്കാനാണ് വന്നത്, ദോഷം സൃഷ്ടിക്കാനല്ല.
ഇനി കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലത്തിൽ സാധാരണയായി ഒരു ഭാര്യ എന്ന മാതൃക തന്നെയാണ് പ്രചാരത്തിലുള്ളത്. അതിനാൽ രണ്ടാമത്തെ വിവാഹം എന്ന ആശയം ആദ്യ ഭാര്യയിൽ മാനസിക സംഘർഷവും ഭയവും അപ്രതീക്ഷിതമായ ഞെട്ടലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇക്കാര്യം അപ്രതീക്ഷിതമായി അറിയിക്കുന്നതും ഒറ്റയടിക്ക് മുന്നോട്ട് വെക്കുന്നതും അവൾക്ക് തയ്യാറാകാൻ സമയം നൽകാതെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും യുക്തിക്കും കരുണയ്ക്കും വിരുദ്ധമാണ്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മാർഗം സാവധാനവും ക്രമാനുസൃതവുമാണ്. അതിനാൽ ഭാര്യയെ ദീനീ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിൽ, ദീനീ വിഷയങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുമല്ലോ പല സാഹചര്യങ്ങളിൽ, അപ്പോൾ നമ്മൾ അനുകൂലമായ സാഹചര്യങ്ങളിലും മനസ്സ് തുറക്കുന്ന അവസരങ്ങളിലും ബഹുഭാര്യത്വത്തെക്കുറിച്ച് നല്ല രീതിയിൽ ഭീതിയില്ലാതെ ന്യായമായി അവൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഭാര്യയെ ബോധ്യപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ബഹുഭാര്യത്വത്തെക്കുറിച്ച് വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കാനും അള്ളാഹു നിശ്ചയിച്ച ഒരു പരിഹാരമാണെന്നും വിധവകളുടെയും സംരക്ഷണം ആവശ്യമായ സ്ത്രീകളുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള അള്ളാഹുവിൻ്റെ അനുമതിയാണെന്നും ആൺമനസ്സിൻ്റെ പുരുഷൻ്റെ ദൗർബല്യങ്ങൾ കണക്കിലെടുത്ത് സമൂഹത്തെ സംരക്ഷിക്കാൻ അള്ളാഹു അനുവദിച്ച ഒരു മാർഗമാണെന്നും ഇവയെല്ലാം അള്ളാഹുവിൻ്റെ യുക്തിയോടെയുള്ള നിയമങ്ങളാണെന്നും ആദ്യ ഭാര്യയെ ശാന്തമായി ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം അള്ളാഹു ചില സാഹചര്യങ്ങളിൽ ബഹുഭാര്യം അനുവദിച്ചിരിക്കുന്നതിനെ വെറും സാമൂഹിക സമ്മർദ്ദങ്ങളോ വികാരമായ പ്രതികരണമോ മൂലം പൂർണ്ണമായും തടയാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നും മനസ്സിലാക്കി കൊടുക്കണം. ബഹുഭാര്യത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്നും സഹാബികൾ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ പ്രയോഗത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു അപവാദമോ ദൗർബല്യമോ അല്ല, മറിച്ച് അവരെ പിന്തുടരലിൻ്റെ ഭാഗമാണ് എന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കണം. ഈ കാര്യങ്ങൾ ഭീതിയുണ്ടാക്കാതെ അവളുടെ വിശ്വാസം ബലപ്പെടുത്തുന്ന രീതിയിൽ വിശദീകരിക്കണം. അള്ളാഹുവിൻ്റെ വിധിയിലുള്ള തൃപ്തി ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും ശിക്ഷയല്ല എന്നും ചിലത് ഉയർച്ചക്കുള്ള മാർഗങ്ങളാണ്. അവരുടെ മൂല്യം നമ്മൾ ആ ഭാര്യയോട് പറയണം, അവരുടെ മൂല്യം കുറയുന്നില്ല. രണ്ടാമത്തെ വിവാഹം വരുന്നത് കൊണ്ട് അവരുടെ സ്ഥാനമോ ബഹുമാനമോ കുറയുന്നില്ല. അവകാശങ്ങൾ ഉറപ്പാണ്. ചെലവ്, താമസം, സമയം, പരിഗണന ഇതൊന്നും നഷ്ടപ്പെടില്ല എന്ന് അവർക്ക് ഉറപ്പ് നൽകണം. ഇതൊരു മത്സരമല്ല, അള്ളാഹുവിൻ്റെ പ്രീതിക്കായുള്ള സഹനവും സ്വബറും ക്ഷമയും വലിയ പ്രതിഫലമുള്ളതുമാണ് എന്നവരെ ബോധ്യപ്പെടുത്തണം. സഹിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അള്ളാഹു റസൂലും നൽകിയ വാഗ്ദാനങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുക. ബഹുഭാര്യത്വം ശരീഅത്തിൽ അനുവദനീയമാണ്. എന്നാൽ അത് അനീതിയുടെയും രഹസ്യത്തിൻ്റെയും ദോഷത്തിൻ്റെയും പേരിൽ നടപ്പാക്കാൻ അനുവദനീയമല്ല. ഹിക്മത്തോടെ, കരുണ, നീതി, സുതാര്യത ഇവയോടുകൂടി മാത്രമേ ഈ അനുമതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി മാറുകയുള്ളൂ. ഭാര്യയെ ഭീതിയിലാക്കാതെ, വിശ്വാസം തകർക്കാതെ, മറിച്ച് ഈമാനിനെ, വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ബഹുഭാര്യത്വം ശരിയായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നീതിയെ അവഗണിച്ച് രഹസ്യത്തിലൂടെയും വഞ്ചനയിലൂടെയും ബഹുഭാര്യത്വം നടപ്പാക്കുന്നത് അള്ളാഹു അനുവദിച്ച ഒരു അനുമതിയെ ദുരുപയോഗം ചെയ്യുന്നതാണ്. അള്ളാഹു ബഹുഭാര്യത്വം അനുവദിച്ചത് നീതിക്കായാണ്, ദോഷത്തിനല്ല. സുതാര്യതയാണ്, കുഴപ്പത്തിനല്ല. കുടുംബ സംരക്ഷണത്തിനാണ്, കുടുംബനാശത്തിനല്ല. അതിനാൽ നീതിയില്ലെന്ന് ഭയപ്പെടുന്നിടത്ത് ഒരുവളിൽ ഒതുങ്ങുക എന്നാണ് അള്ളാഹുവിൻ്റെ തന്നെ കൽപ്പന. അള്ളാഹു പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ നീതി പ്രവർത്തിക്കുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുക. സൂറത്ത് അൻ-നിസാ 4-ാം അധ്യായം 3-ാം വചനം. അള്ളാഹു നമ്മെ എല്ലാവരെയും നീതിയോടെ പെരുമാറുന്നവരാക്കുകയും അന്യായവും ദോഷവും ഒഴിവാക്കുന്നവരാക്കുകയും ഭർത്താക്കന്മാർക്ക് ഹിക്മത്തും കരുണയും നൽകുകയും ഭാര്യമാർക്ക് സ്വബറും ക്ഷമയും ഈമാനും വിശ്വാസവും നൽകുകയും ചെയ്യുമാറാകട്ടെ.
നമ്മുടെ കുടുംബജീവിതങ്ങളെ സക്കീന, മവദ്ദ, റഹമ കൊണ്ട് നിറക്കുകയും നമ്മെ സുന്നത്ത് ശരിയായ രീതിയിൽ പാലിക്കുന്നവരായി, അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ കുടുംബങ്ങൾ നയിക്കുന്നവരായി അവൻ നമ്മെ എല്ലാവരെയും ആക്കുമാറാകട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.